കരാട്ടെ ഈസ് ലൈക്ക് ബോയിലിംഗ് വാട്ടർ. ഇഫ് യു ഡു നോട്ട് ഹീറ്റ് ഇറ്റ് കോൺസ്റ്റന്റ്ലി ഇറ്റ് വിൽ കൂൾ. അതെ, നമ്മുടെ ഇന്നത്തെ യാത്ര ഈ കുഞ്ഞു കരാട്ട കിഡിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ. KM മാർഷ്യൽ ആർട്സ് ആൻഡ് സ്പോർട്സ് സ്കൂളിന്റെ കീഴില് ഫുനാക്കോഷി ഷൊട്ടോക്കാൻ കരാട്ടയാണ് അവൻ പഠിക്കുന്നത്. ഇന്ന് അവന്റെ ആദ്യത്തെ കരാട്ട ഗ്രേഡിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ, ഫോർ ദി യെല്ലോ ബെൽറ്റ്. ആദ്യ ദിവസങ്ങളിലൊക്കെ കരാട്ട ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഏതൊരു പാരന്റും ചിന്തിക്കുന്നത് പോലെ കുറച്ചൊക്കെ സെൽഫ് ഡിഫൻസ് പഠിച്ചിരിക്കണം, അതുപോലെ ഒന്ന് ഫിറ്റ് ആയിട്ടിരിക്കണം എന്നൊക്കെ എന്റെ മനസ്സിലും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ പോകെ പോകെയാണ് വെറും 3.5 വയസ്സ് പ്രായമുള്ള കുട്ടിയിൽ കോൺഫിഡൻസും ഡിസിപ്ലിനും കറേജും ഒക്കെ കൊണ്ടുവരാൻ ഇതുപോലുള്ള സ്കില്ലുകൾ ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതിൽ 90% പങ്ക് വഹിക്കുന്നതും അവിടുത്തെ കരാട്ട മാസ്റ്റേഴ്സ് ആണ് കേട്ടോ. കാരണം അവരുടെ ഡെഡിക്കേഷനും പാഷനും ക്ഷമയും ഒക്കെയാണ് കുട്ടികളിൽ നിന്നും ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ കാരണം കേട്ടോ. അങ്ങനെ ടെസ്റ്റിനുള്ള എല്ലാ കുട്ടികളും എത്തി. നല്ലൊരു വാമപ്പും കഴിഞ്ഞ് മാസ്റ്റേഴ്സിൽ നിന്ന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു ക്ലാസ്സും കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടില്ലേ കുട്ടികളുടെയൊക്കെ ഒരു എനർജി. ഇവിടെ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് അവർ ഓരോ കുട്ടിയെയും ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഈ കാണുന്നതൊക്കെ ഇവരുടെ ബ്ലാക്ക് ബെൽറ്റ് ടീമുകളാണ് കേട്ടോ. ഒടുവില് ഒരു ടെസ്റ്റ് സെഷനൊക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്കും കഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികളൊക്കെ അടുത്ത ടെസ്റ്റിന് വേണ്ടി പോയത്. മാർഷ്യൽ ആർട്സ് മാത്രമല്ല, സെൽഫ് ഡിഫൻസ് ക്ലാസ്സുകളും സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ക്ലാസ്സുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒടുവിൽ നീണ്ട 3 മണിക്കൂറിന് ശേഷം കുട്ടികൾ എല്ലാവരും അവരുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നു കേട്ടോ. ഈ ഒരു മൊമെന്റ് ഏതൊരു കുട്ടിക്കും വല്ലാത്തൊരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അല്ലേ? സോ ഐ എം ക്യാപ്ചറിങ് ഹിസ് ബിഗ് ഡേ. കാരണം ഇത് അവന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്, ആദ്യത്തെ അച്ചീവ്മെന്റ് ആണ്. അതിലൊക്കെ ഉപരി ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന ഒരുപാട് വിജയങ്ങളുടെ തുടക്കമായിരിക്കട്ടെ ഇതെന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും ബെൽറ്റ് ചേഞ്ച് ചെയ്തു, സർട്ടിഫിക്കറ്റ്സ് ഏറ്റുവാങ്ങി. അതിലേക്കുപരി അവരുടെ മാസ്റ്റേഴ്സ് എല്ലാ കുട്ടികളെയും വിളിച്ചിരുത്തി അവര് നേടിയെടുത്ത വിജയത്തെ കുറിച്ച് സംസാരിച്ചു. പിന്നെതാ എല്ലാവരെയും ചേർത്തിരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞത്. ഓരോ കുട്ടിയിലും കാണാൻ കഴിയുന്നില്ലേ അവരുടെ വിജയത്തിന്റെ തിളക്കം? ഈ കാണുന്ന 2 പേരാണ് കേട്ടോ ഇവരുടെ മാസ്റ്റേഴ്സ്. തുറച്ചു നോക്കണ്ട, അവര് ട്വിൻസ് തന്നെയാ. ഒടുവിൽ സാറിനോട് ബൈയും പറഞ്ഞു. വീഡിയോയിലൊരു പഞ്ച് കാണിക്കാൻ അതിനിട്ട് 2 പഞ്ചും കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെതാ ഓടി വീട്ടിലെത്തി തന്റെ വിജയത്തിന്റെ തിളക്കം എല്ലാവരെയും ചെന്ന് കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ ലക്ഷ്യം. ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അല്ലേ? എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്താണ് നമ്മൾ നേടിയെടുത്ത ആ വിജയത്തിന് ഇരട്ടി മധുരം ഉണ്ടാവുന്നത് അല്ലേ? കാണുന്ന നമ്മൾക്ക് ഇതൊക്കെ ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അവന്റെ കുഞ്ഞു മനസ്സിൽ രാജ്യം കീഴടക്കിയ ഒരു രാജാവിനെ പോലെ അവനിപ്പോൾ. എന്നാ പിന്നെ ഇന്നത്തേക്കുള്ള വിശേഷം അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ ശരി, ബൈ.